ഓക്കെ, നമ്മളെ യൂണിറ്റ് 5 ലെഫ്റ്റ് ഔട്ട് പോർഷനാണ് ട്രാൻസാക്ഷൻ. ഓക്കെ, അതായത് ട്രാൻസാക്ഷൻ എന്താണ്, ട്രാൻസാക്ഷൻ മാനേജ്മെൻറ്റ്, അതുപോലെ കൺകറൻസി കൺട്രോൾ. ഓക്കെ, അപ്പോൾ ആ ട്രാൻസാക്ഷൻ മാനേജ്മെൻറ്റ് ആൻഡ് കൺകറൻസി കൺട്രോൾ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ വരുന്നത് ട്രാൻസാക്ഷൻ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ആസിഡ് പ്രോപ്പർട്ടീസ് എന്ന് പറയും. പിന്നെ ട്രാൻസാക്ഷൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്, കമ്മിറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, റോൾ ബാക്ക് സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ കൺകറൻസി കൺട്രോൾ. ഓക്കെ, അതിൽ ലോസ്റ്റ് അപ്ഡേറ്റ് പ്രോബ്ലംസ്, 4 ടൈപ്പ് പ്രോബ്ലംസ്, പിന്നെ ലോക്സ് എന്താണെന്നുള്ളത്, ടു ഫേസ് ലോക്കിംഗ്. ഇത് ഒരു മേജർ ടോപ്പിക് തന്നെയാണ്. ഇതിൽ നിന്ന് 2-3 ക്വസ്റ്റ്യൻസ് എന്തായാലും വരാറുണ്ട്. ട്രാൻസാക്ഷൻ എന്താണെന്നുള്ളത് നോക്കാം. നിങ്ങൾ ട്രാൻസാക്ഷൻ മുൻപേ ഒക്കെ പഠിച്ചിട്ടുണ്ട് എങ്കിലും ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ സിംഗിൾ ലോജിക്കൽ യൂണിറ്റ് ഓഫ് വർക്ക് വിച്ച് ആക്സസസ് ആൻഡ് പോസിബിളി മോഡിഫൈസ് ദ കണ്ടൻസ് ഓഫ് എ ഡാറ്റാബേസ്. ഓക്കെ, അതായത് ഒരു ഡാറ്റാബേസിൻ്റെ കണ്ടൻറ്റിനെ ആക്സസ് ചെയ്യുക അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുക, അത്തരം ഓപ്പറേഷൻസ് അല്ലെങ്കിൽ അത്തരം വർക്ക്സ് വരുന്നതിനെയാണ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു വർക്കിൻ്റെ ഭാഗമായിട്ട് ഒരു ഡാറ്റാബേസിനെ ആക്സസ് ചെയ്യുക, അതുപോലെ ഡാറ്റാബേസിനെ മോഡിഫൈ ചെയ്യുക. അപ്പോൾ ഈ രീതിയിലുള്ള വർക്കിനെയാണ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ട്രാൻസാക്ഷൻസ് ആക്സസ് ഡാറ്റ യൂസിങ് റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻസ്. അപ്പോൾ ഓരോ പെർട്ടിക്കുലർ ട്രാൻസാക്ഷനും ഈ ഡാറ്റാബേസിലുള്ള ഡാറ്റയെ ആക്സസ് ചെയ്യുന്നത് റീഡ് ഓപ്പറേഷൻ അല്ലെങ്കിൽ റൈറ്റ് ഓപ്പറേഷൻ വഴിയാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് എൻ എംപ്ലോയി ഓഫ് ബാങ്ക് ട്രാൻസ്ഫേഴ്സ് ₹800 ഫ്രം എക്സ് അക്കൗണ്ട് ടു വൈസ് അക്കൗണ്ട്. ദി സ്മോൾ ട്രാൻസാക്ഷൻ കണ്ടെയ്ൻസ് സെവറൽ ലോ ലെവൽ ടാസ്ക്. അതായത് ഒരു ബാങ്ക് എംപ്ലോയി എന്ത് ചെയ്യുന്നു, 800 രൂപ എക്സ് എന്ന് പറഞ്ഞൊരു പേഴ്സൻ്റെ അക്കൗണ്ടിൽ നിന്നും വൈ എന്ന് പറഞ്ഞ പേഴ്സൻ്റെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പം നമ്മളിങ്ങനെ ഒരു സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റിൽ അത് പറയുന്നുണ്ടെങ്കിലും ഇതിൽ ഇൻറ്റേർണലി സെവറൽ ലോ ലെവൽ ടാസ്ക് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ എക്സിൻ്റെ അക്കൗണ്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പം ഇങ്ങനൊരു ട്രാൻസ്ഫർ നടക്കണമെങ്കിൽ ആദ്യം എക്സ് എന്ത് ചെയ്യണം, ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഓക്കെ, പിന്നെ എന്താണ്, ഓൾഡ് ബാലൻസ് ഈക്വൽ ടു എക്സ് ഡോട്ട് ബാലൻസ്. ഓക്കെ, പിന്നെ എന്താണ്, അപ്പം ഓൾഡ് ബാലൻസ് എന്ന് പറയുന്നത് എക്സിൻ്റെ ബാലൻസ് എന്താണോ അത് അസൈൻ ചെയ്യുക. അതിനുശേഷം ന്യൂ ബാലൻസ് എക്സിൻ്റെ ന്യൂ ബാലൻസ് എന്തായിട്ട് മാറ്റുക, 800 രൂപ ഓൾഡ് ബാലൻസിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ന്യൂ ബാലൻസിൽ അസൈൻ ചെയ്യാം. ഇനി എന്ത് ചെയ്യണം, എക്സിൻ്റെ ബാലൻസ് അപ്ഡേറ്റ് ചെയ്യണം. എക്സ് ഡോട്ട് ബാലൻസ് ഈക്വൽ ടു ന്യൂ ബാലൻസ്. പിന്നെ എന്താണ്, എക്സിൻ്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാം. ഓക്കെ, അതുപോലെ വൈയുടെ സൈഡ് നോക്കുകയാണെങ്കിൽ എന്തൊക്കെ ചെയ്യണം, അപ്പം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, വൈയുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. പിന്നെ ഓൾഡ് ബാലൻസ് എന്ന് പറയുന്നത് വൈയുടെ ബാലൻസ് ആയിട്ട് സെറ്റ് ചെയ്യുക. പിന്നെ ന്യൂ ബാലൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഓൾഡ് ബാലൻസിൻ്റെ ഒപ്പം എക്സ് ട്രാൻസ്ഫർ ചെയ്ത 800 രൂപ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ വൈയുടെ കറൻറ്റ് ബാലൻസ് എന്തായിട്ട് മാറി, വൈ ഡോട്ട് ബാലൻസ് ഈക്വൽ ടു ന്യൂ ബാലൻസ് ആൻഡ് വൈയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇത്രയാണ് ഒരു 800 രൂപ എക്സിൻ്റെ അക്കൗണ്ടിൽ നിന്ന് വൈയുടെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ചെയ്യേണ്ടുന്ന ഇൻറ്റേർണൽ ഓപ്പറേഷൻസ് അല്ലെ ടാസ്ക്സ് എന്ന് പറയുന്നത്. ദ ട്രാൻസാക്ഷൻ ഓപ്പറേഷൻസ്. ദ ഫോളോയിങ് ആർ ദ മെയിൻ ഓപ്പറേഷൻസ് ഓഫ് ട്രാൻസാക്ഷൻ. റീഡ് എക്സ്, റൈറ്റ് എക്സ്. ഇത്രയാണ് ഒരു ട്രാൻസാക്ഷൻ്റെ മെയിൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇവിടെ റീഡ് എക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ് ടു റീഡ് ദ വാല്യൂ ഓഫ് എക്സ് ഫ്രം ദ ഡാറ്റാബേസ് ആൻഡ് സ്റ്റോർസ് ഇറ്റ് ഇൻ എ ബഫർ ഇൻ മെയിൻ മെമ്മറി. ഡാറ്റാബേസിൽ നിന്നും എക്സ് വാല്യൂ റീഡ് ചെയ്യുകയും അതിനെ മെയിൻ മെമ്മറിയിലുള്ള ഒരു ബഫറിലോട്ട് സ്റ്റോർ ചെയ്യുകയും ചെയ്യാം. അതാണ് റീഡ് എക്സ് ചെയ്യുന്നത്. നേരെ മറിച്ച് റൈറ്റ് എക്സ് എന്ന് പറയുന്നത് റൈറ്റ് ഓപ്പറേഷൻ. ഇറ്റ് ഈസ് യൂസ് ടു റൈറ്റ് ദ വാല്യൂ ബാക്ക് ടു ദ ഡാറ്റാബേസ് ഫ്രം ദ ബഫർ. മെയിൻ മെമ്മറി ബഫറിൽ നിന്നും വാല്യൂ ഡാറ്റാബേസിലോട്ട് റൈറ്റ് ചെയ്യാണ് റൈറ്റ് എക്സ് എന്ന് പറയുന്ന ഓപ്പറേഷൻ ചെയ്യുന്നത്. ലെറ്റ്സ് ടേക്ക് എൻ എക്സാമ്പിൾ ടു ഡെബിറ്റ് ട്രാൻസാക്ഷൻ ഫ്രം an account which consists of following operations. ഓക്കെ, ഡെബിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്, അക്കൗണ്ടിൽ നിന്ന് ഡ്രോ ചെയ്യുക. ഓക്കെ, അപ്പം റീഡ് ഓഫ് എക്സ് റീഡ് ചെയ്യുന്നു, എക്സ് ഈക്വൽ ടു എക്സ് -500 ആൻഡ് റൈറ്റ് ഓഫ് എക്സ്.
അതാണ് ഡബ്ല്യു ഓഫ് എക്സും ആർ ഓഫ് എക്സും കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പം ആദ്യം എക്സ് റീഡ് ചെയ്യുക, പിന്നെ എക്സിൻ്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യുക, പിന്നെ ആ വാല്യൂ തിരിച്ച് ഡാറ്റാബേസിലോട്ട് റൈറ്റ് ചെയ്യാം. വി ഹാവ് ടു ഇമ്പോർട്ടൻറ്റ് ഓപ്പറേഷൻസ്, കമ്മിറ്റ് ആൻഡ് റോൾ ബാക്ക്. കമ്മിറ്റ് എന്ന് പറയുന്നത് എന്താണ്, പെർമനൻ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞ ഒരു വർക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്മിറ്റ് ഓപ്പറേഷൻ ചെയ്യുന്നത്. റോൾ ബാക്ക് എന്ന് പറയുന്നത് ഒരു ചെയ്ത വർക്ക് നമുക്ക് എന്ത് ചെയ്യണം, അൺഡു ചെയ്യണം. അതിനാണ് റോൾ ബാക്ക് ഓപ്പറേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ റോൾ ബാക്ക് ചെയ്യുമ്പോൾ അത് നമ്മൾ എവിടെ നിന്നാണോ ചെയ്യാൻ തുടങ്ങിയത് ഒരു പെർട്ടിക്കുലർ വർക്ക്, അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലോട്ട് എന്ത് ചെയ്യും, പോവുകയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് കമ്മിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്ത ഓപ്പറേഷൻ അത് ഡാറ്റാബേസിൽ പെർമനൻ്റ് ആയിട്ട് സേവ് ചെയ്യും. അടുത്തത് ട്രാൻസാക്ഷൻ്റെ പ്രോപ്പർട്ടിയാണ് ആസെറ്റ് പ്രോപ്പർട്ടീസ് എന്നാണ് പറയുക. അപ്പോൾ ആസെറ്റ് പ്രോപ്പർട്ടീസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ ആസിഡിൻ്റെ ഫുൾ ഫോം എന്താണെന്നുള്ളത് ചോദിക്കാറുണ്ട്. ആസിഡിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് എ ഫോർ അറ്റോമിസിറ്റി, കൺസിസ്റ്റൻസി, ഐസൊലേഷൻ ആൻഡ് ഡ്യൂറബിലിറ്റി. അതാണ് ആസിഡിൻ്റെ ഫുൾ ഫോം. ഓക്കെ, അപ്പോൾ ഈ നാലും ഒരു ട്രാൻസാക്ഷൻ്റെ പ്രോപ്പർട്ടീസാണ്. അപ്പോൾ ഒരു ഡാറ്റാബേസിൽ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത്, ഈ ആസിഡ് പ്രോപ്പർട്ടീസ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ കൺസിസ്റ്റൻസി ഇൻ എ ഡാറ്റാബേസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ ട്രാൻസാക്ഷൻ certain properties are followed. These are called ACID properties. A transaction is a very small unit of program and it may contain several low-level tasks. So, a transaction in a database system must maintain atomicity, consistency, isolation, and durability, commonly known as ACID properties, in order to ensure accuracy, completeness, and data integrity. അപ്പം പ്രോപ്പർട്ടീസ് ചോദിച്ചാൽ ഇതെല്ലാം എഴുതുക. ഇനി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോ പ്രോപ്പർട്ടീസും നോക്കാം. അറ്റോമിസിറ്റി. It states that all operations of the transaction take place at once. If not, the transaction is aborted. That is, the transaction cannot occur partially. Each transaction is treated as one unit and either run to completion or not executed at all. ഓക്കെ, അതായത് ഒരിക്കലും ഒരു ട്രാൻസാക്ഷൻ പാർഷ്യലായിട്ട് ചെയ്യാൻ പറ്റില്ല. ഒന്നുകിൽ ആ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ ട്രാൻസാക്ഷൻ തീരെ ചെയ്യില്ല. ഓക്കെ, അതാണ് അറ്റോമിസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അറ്റോമിസിറ്റി ഇൻവോൾവ്സ് ദ ഫോളോയിങ് ടു ഓപ്പറേഷൻസ്, അബോർട്ട് ആൻഡ് കമ്മിറ്റ്. അബോർട്ട്. ഇഫ് ട്രാൻസാക്ഷൻ അബോർട്ട്സ് then all the changes made are not visible. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ അബോർട്ട് ചെയ്യുകയാണെങ്കിൽ ആ ചെയ്ത ചേഞ്ചസ് ഒന്നും വിസിബിൾ ആവില്ല. നേരെ മറിച്ച് കമ്മിറ്റ് ആണെങ്കിൽ എന്താണ്, ഒരു ട്രാൻസാക്ഷൻ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കമ്മിറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒരു ട്രാൻസാക്ഷൻ ചെയ്ത ശേഷം നമ്മൾ കമ്മിറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുകയാണെങ്കിൽ എല്ലാ സേവ് ചെയ്ത ചേഞ്ചസ് എല്ലാം തന്നെ, അല്ലെങ്കിൽ ചെയ്ത ചേഞ്ചസ് എല്ലാം വിസിബിൾ ആയിരിക്കും. ഒരു എക്സാമ്പിൾ നോക്കാം. Let's assume that following transaction T consisting of T1 and T2. ഒരു ട്രാൻസാക്ഷനാണ് താഴെ ഒരു ടേബിളിൽ തന്നത്. അതിൽ ഉള്ള രണ്ട് ട്രാൻസാക്ഷൻ യൂണിറ്റാണ് T1ഉം T2ഉം. ഓക്കെ, A consists of ₹600 and B consists of ₹300. എയുടെ ബാലൻസ് 600ഉം ബിയുടെ വാല്യൂ 300 ആണ്. ട്രാൻസ്ഫർ ₹100 ഫ്രം അക്കൗണ്ട് എ ടു അക്കൗണ്ട് ബി. എയുടെ 600 ഉള്ള ബാലൻസിൽ നിന്നും 100 രൂപ ബിക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതിനുള്ള ട്രാൻസാക്ഷനാണ് താഴെ എഴുതിയിരിക്കുന്നത്. അപ്പം T1 T2 രണ്ട് ട്രാൻസാക്ഷൻ യൂണിറ്റ്സ് ആണ് ഉള്ളത്. അപ്പം T1 എന്ന് പറയുമ്പോൾ റീഡ് ഓഫ് എ. ഓക്കെ, എ എന്ന് പറഞ്ഞ എന്താണ്, വാല്യൂ റീഡ് ചെയ്യുന്നു. പിന്നെ A:=A-100. ഓക്കെ, അതേസമയം എന്ത് ചെയ്യണം, റൈറ്റ് ഓഫ് എ, ആ അപ്ഡേറ്റ് ചെയ്ത എ തിരിച്ച് ഡാറ്റാബേസിൽ റൈറ്റ് ചെയ്യുന്നു. ബിയുടെ സൈഡിലാണെങ്കിൽ റീഡ് ഓഫ് ബി റീഡ് ചെയ്യുക. ദെൻ Y=Y+100. ദെൻ റൈറ്റ് ബാക്ക് ദ ബി വാല്യൂ, റൈറ്റ് ഓഫ് ബി. അപ്പം ഈ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എയുടെ വാല്യൂ 500ഉം ബി വാല്യൂ 400 ആയിട്ട് മാറും. അപ്പോൾ എന്താണ്, ഇഫ് ദ ട്രാൻസാക്ഷൻ ടി ഫെയിൽസ് ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ട്രാൻസാക്ഷൻ T1. അപ്പം എന്താണ്, ട്രാൻസാക്ഷൻ T1 കഴിഞ്ഞിട്ട് ട്രാൻസാക്ഷൻ ടിയുടെ രണ്ട് സബ് ട്രാൻസാക്ഷൻസ് ആണ് T1 T2. അപ്പം T1 കംപ്ലീറ്റ് ചെയ്ത ശേഷം ട്രാൻസാക്ഷൻ ഫെയിൽ ആവുന്നു. ഓക്കെ, അതായത് T2 കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ.
അപ്പം എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്? എയിൽ നിന്ന് എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യും, പക്ഷേ ബിയിൽ ഡിഡക്റ്റ് ചെയ്ത 100 റുപ്പീസ് ആഡ് ചെയ്യുകയില്ല. അപ്പോൾ അതെന്താണ് ഡാറ്റാബേസ് സ്റ്റേറ്റിലൊരു ഇൻകൺസിസ്റ്റൻറ്റ് സ്റ്റേറ്റിലോട്ടാണ് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡാറ്റാബേസ് സ്റ്റേറ്റിൻ്റെ കറക്റ്റ്നെസ്സിന് വേണ്ടിയിട്ട് എന്താണ് ഈ ട്രാൻസാക്ഷൻ എൻറ്റയറായിട്ട് എക്സിക്യൂട്ട് ചെയ്യണം. ഓക്കെ. അപ്പം അറ്റോമിസിറ്റി എന്ന് പറയുന്നത് ഒന്നുകിൽ എന്താണ് ട്രാൻസാക്ഷൻ ഒരുമിച്ച് നടക്കും, അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ അബോർട്ടഡ് ആവും. അതായത് ഒരിക്കലും ഒരു ട്രാൻസാക്ഷൻ പാർഷ്യലായിട്ട് നടക്കില്ല. അപ്പം അതാണ് അറ്റോമിസിറ്റി. അടുത്തത് കൺസിസ്റ്റൻസി. ദ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് ആർ മെയിൻറ്റെയിൻഡ് സോ ദാറ്റ് ദ ഡാറ്റാബേസ് ഈസ് കൺസിസ്റ്റൻറ്റ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ ട്രാൻസാക്ഷൻ. ഓക്കെ. അതായത് ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു ഡാറ്റാബേസ് എന്താണ് ഒരു ട്രാൻസാക്ഷന് മുൻപും ശേഷവും that would be in consistent state, and the execution of a transaction will leave a database in either its prior stable state or a new stable state. സോ ഒരു ട്രാൻസാക്ഷൻ്റെ എക്സിക്യൂഷൻ എന്താണ് ഒരു ഡാറ്റാബേസിന് ഇറ്റ് ലീഡ്സ് ടു ഐദർ ടു എ സ്റ്റേബിൾ സ്റ്റേറ്റ് ഓർ ടു എ ന്യൂ സ്റ്റേബിൾ സ്റ്റേറ്റ്. അതായത് either it leads to its prior stable state or to its new stable state. അതായത് ഒരു ട്രാൻസാക്ഷൻ്റെ എക്സിക്യൂഷൻ ഒന്നുകിൽ ഈ ഡാറ്റാബേസിനെ ഈ സ്റ്റേബിൾ സ്റ്റേറ്റിന് മുൻപുള്ള സ്റ്റേറ്റിലോട്ടോ മുൻപുണ്ടായിരുന്ന സ്റ്റേബിൾ സ്റ്റേറ്റിലേക്കോ അല്ലെങ്കിൽ പുതിയ സ്റ്റേബിൾ സ്റ്റേറ്റിലേക്കോ മാറ്റും. The consistent property of database states that every transaction sees a consistent database instance. The transaction is used to transform the database from one consistent state to another consistent state. ഓക്കെ. അതായത് ട്രാൻസാക്ഷൻ എപ്പോഴും ഒരു ഡാറ്റാബേസിന് ഒരു കൺസിസ്റ്റൻറ്റ് സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു കൺസിസ്റ്റൻറ്റ് സ്റ്റേറ്റിലോട്ടാണ് ലീഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കാം. The total amount must be maintained before or after the transaction. Total before transaction occurs equal to 600 plus 300, that is equal to 900. Total after transaction occurs equal to 500 plus 400 equal to 900. ഓക്കെ. അപ്പോൾ എന്താണ് ഡാറ്റാബേസ് കൺസിസ്റ്റൻ്റ് ആണ്, അതായത് T1 കംപ്ലീറ്റഡ് ആണ്. ഓക്കെ. ബട്ട് T2 ഫെയിൽസ്, ദെൻ ഇൻകൺസിസ്റ്റൻസി വിൽ ഒക്കർ. അതായത് ഈ കേസിൽ ഡാറ്റാബേസ് കൺസിസ്റ്റൻ്റ് ആണ്, പക്ഷേ T1 കംപ്ലീറ്റ് ചെയ്തു, പക്ഷേ T2 ഫെയിൽ ആവുകയാണെങ്കിൽ അവിടെ എന്താണ് ഇൻകൺസിസ്റ്റൻസിയാണ് ഉണ്ടാവുക. അടുത്തത് ഐസൊലേഷൻ. ഇറ്റ് ഷോസ് ദാറ്റ് the data which is used at the time of execution of a transaction cannot be used by the second transaction until the first one is completed. അതായത് ഒരു ട്രാൻസാക്ഷൻ എക്സിക്യൂഷൻ നടക്കുന്ന സമയത്ത് എന്താണ് ഒരു പെർട്ടിക്കുലർ ഡാറ്റ ആ ട്രാൻസാക്ഷൻ യൂസ് ചെയ്യുകയാണെന്ന് കരുതുക. ആ പെർട്ടിക്കുലർ ഡാറ്റയെ ഒരു സെക്കൻഡ് ട്രാൻസാക്ഷന് എന്ത് ചെയ്യാൻ പറ്റില്ല, ആക്സസ് ചെയ്യാൻ പറ്റില്ല അൺടിൽ ആൻഡ് അൺലെസ് ദ ഫസ്റ്റ് ട്രാൻസാക്ഷൻ കംപ്ലീറ്റഡ് യൂസിങ് ഇറ്റ്. ഓക്കെ. അതായത് ഫസ്റ്റ് ട്രാൻസാക്ഷൻ ഒരു ഡാറ്റയുടെ മുകളിലുള്ള ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്ത ശേഷം മാത്രമേ സെക്കൻഡ് ട്രാൻസാക്ഷന് ആ ഒരു പെർട്ടിക്കുലർ ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. In isolation, if the transaction T1 is being executed and using the data item X, then that data item can't be accessed by any other transaction T2 until the transaction T1 ends. അതുതന്നെയാണ് പറഞ്ഞത് T1 ട്രാൻസാക്ഷൻ എക്സ് ഡാറ്റ ഐറ്റം യൂസ് ചെയ്യാണ്. അപ്പോൾ എപ്പോഴാണോ എക്സ് T1 യൂട്ടിലൈസ് ചെയ്യുന്ന കഴിയുന്നത് അപ്പോഴേ T2 ട്രാൻസാക്ഷന് എക്സിനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. The concurrency control subsystem of the DBMS enforced the isolation property. Next property in ACID is durability. The durability property is used to indicate the performance of the database consistent state. ഒരു ഡാറ്റാബേസ് സ്റ്റേറ്റിൻ്റെ കൺസിസ്റ്റൻറ്റ് സ്റ്റേറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ ഡ്യൂറബിലിറ്റി പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത്. It states that the transaction made the permanent changes. They cannot be lost by the erroneous operation of a faulty transaction or by the system failure. When a transaction is completed, then the database reaches a state
known as the consistent state. That consistent state cannot be lost even in the event of a system failure. The recovery subsystem of the DBMS has the responsibility of durability property. ഓക്കെ, അതായത് ഒരു ഡാറ്റാബേസ് എന്താണ് ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്തു കരുതുക, അങ്ങനെയാണെങ്കിൽ ഒരു കൺസിസ്റ്റൻറ്റ് സ്റ്റേറ്റിലോട്ട് എത്തും. ഓക്കെ, ആ കൺസിസ്റ്റൻറ്റ് സ്റ്റേറ്റ് എന്തായിരിക്കണം, അത് അവിടെ സേവ്ഡ് ആയിരിക്കണം, അത് ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. അതായത് ഒരു സിസ്റ്റം ഫെയിലിയർ ഒക്കർ ചെയ്യുന്ന കേസിൽ കൂടെയും അത് നഷ്ടപ്പെടാൻ പാടില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് ഡ്യൂറബിലിറ്റി പ്രോപ്പർട്ടി എൻഷുർ ചെയ്യാൻ DBMSൻ്റെ റിക്കവറി സബ് സിസ്റ്റമാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്തത് ട്രാൻസാക്ഷൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ആണ്. ഓക്കെ, ഒരു ഡാറ്റാബേസിലുള്ള ട്രാൻസാക്ഷൻ അതിന് നമ്മൾ ഈ ലേബിൾ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലായിരിക്കും ഒരു ട്രാൻസാക്ഷൻ ഉണ്ടാവുക. അപ്പം അത് ആക്റ്റീവ് സ്റ്റേറ്റിലാവാം, പാർഷ്യലി കമ്മിറ്റഡ് സ്റ്റേറ്റിലാവാം, ഫെയിൽഡ് സ്റ്റേറ്റിലാവാം, കമ്മിറ്റഡ് സ്റ്റേറ്റിലാവാം, അബോർട്ടഡ് സ്റ്റേറ്റിലാവാം. ഓക്കെ, അപ്പോൾ അതിൽ ആക്റ്റീവ് സ്റ്റേറ്റ്. ദ ആക്റ്റീവ് സ്റ്റേറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ഓഫ് എവറി ട്രാൻസാക്ഷൻ. ഓരോ ട്രാൻസാക്ഷൻ്റെയും ഫസ്റ്റ് സ്റ്റേറ്റാണ് ആക്റ്റീവ് സ്റ്റേറ്റ്. ഈ ഒരു സ്റ്റേറ്റിൽ ഒരു ട്രാൻസാക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് എന്താണ് ഒന്നുകിൽ ഇൻസേർട്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, അതാണ് ഈ ഒരു സ്റ്റേറ്റിൽ നടക്കുന്നത്. പക്ഷേ എല്ലാ റെക്കോർഡ്സ് എന്താണ് ഡാറ്റാബേസിലോട്ട് സേവ് ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. ജസ്റ്റ് റെക്കോർഡ്സ് ഇൻസേർട്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. ഡാറ്റാബേസിലോട്ട് സേവ് ചെയ്തിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പാർഷ്യലി കമ്മിറ്റഡ് സ്റ്റേറ്റിൽ എന്താണ് ഒരു ട്രാൻസാക്ഷൻ ദാറ്റ് എക്സിക്യൂട്ട്സ് ഇറ്റ്സ് ഫൈനൽ ഓപ്പറേഷൻ ബട്ട് ദ ഡാറ്റ ഈസ് സ്റ്റിൽ നോട്ട് സേവ് ടു ദ ഡാറ്റാബേസ്. ഇവിടെയും എന്താണ് പാർഷ്യലി കമ്മിറ്റഡ്. നമുക്കറിയാം കമ്മിറ്റ് എന്ന് പറയുമ്പോൾ പെർമനൻ്റ് ആയിട്ട് ഡാറ്റാബേസിലോട്ട് സേവ് ചെയ്യുന്നതിനാണ് കമ്മിറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. പാർഷ്യലി കമ്മിറ്റ് ചെയ്യുമ്പോൾ എന്താണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഡാറ്റാബേസിലേക്ക് സേവ് ചെയ്തിട്ടില്ല. ഓക്കെ, in the total mark calculation example, a final display of the total mark step is executed in this state. അതായത് ഒരു ടോട്ടൽ മാർക്ക് കാൽക്കുലേഷൻ്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ടോട്ടൽ മാർക്സിൻ്റെ എന്താണ് ഒരു ഫൈനൽ ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്റ്റെപ്പിൽ എക്സിക്യൂട്ട് ചെയ്യുന്നൊരു പ്രോസസ്സ് എന്ന് പറയുന്നത്. കമ്മിറ്റഡ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു ട്രാൻസാക്ഷൻ കമ്മിറ്റഡ് സ്റ്റേറ്റിൽ എന്ന് പറയുമ്പോൾ എല്ലാ ഓപ്പറേഷനും സക്സസ്ഫുള്ളി എക്സിക്യൂട്ട് ചെയ്തു. അതിനുശേഷം എന്താണ് എല്ലാ എഫക്ട്സും പെർമനൻ്റ് ആയിട്ട് ഡാറ്റാബേസ് സിസ്റ്റത്തിലോട്ട് എന്ത് ചെയ്യുക, സേവ് ചെയ്യുക. ആ ഒരു സ്റ്റേറ്റിലാണ് കമ്മിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫെയിൽഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഇഫ് എനി ഓഫ് ദ ചെക്സ് മെയ്ഡ് ബൈ ദ ഡാറ്റാബേസ് റിക്കവറി സിസ്റ്റം ഫെയിൽസ് ദെൻ ദ ട്രാൻസാക്ഷൻ ഈ സെറ്റ് ടു ബി ഇൻ ദ ഫെയിൽഡ് സ്റ്റേറ്റ്. അതായത് ഡാറ്റാബേസ് റിക്കവറി സിസ്റ്റത്തിൻ്റെ എന്തെങ്കിലും കാരണവശാൽ ഫെയിൽ ചെയ്യുന്നു, അപ്പോൾ അത് ഫെയിൽഡ് സ്റ്റേറ്റിലോട്ട് പോകുന്നു. ഓക്കെ, ടോട്ടൽ മാർക്ക് കാൽക്കുലേഷനിൽ എന്താണ് നമുക്ക് ഡാറ്റാബേസിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മാർക്സ് ഫെച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് മാർക്സ് ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വറി ഡാറ്റാബേസിലോട്ട് ഫയർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കരുതുക. എന്നുവെച്ചാൽ എന്താണ് മാർക്സിങ് ഇൻപുട്ടായിട്ട് നമുക്ക് കിട്ടിയെങ്കിലല്ലേ നമുക്ക് ടോട്ടൽ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ക്വറി കൊടുക്കുന്നുണ്ടെങ്കിലും നമുക്ക് റിസൾട്ട് കിട്ടുന്നില്ല. അപ്പോൾ എന്താണ് ട്രാൻസാക്ഷൻ എക്സിക്യൂഷൻ ഫെയിൽ ആവും. ഓക്കെ, അതാണ് ഫെയിൽഡ് സ്റ്റേറ്റ്. അബോർട്ടഡ് സ്റ്റേറ്റ് പറയുമ്പം ഇഫ് എനി ഓഫ് ദ ചെക്സ് ഫെയിൽ ആൻഡ് ദ ട്രാൻസാക്ഷൻ ഹാസ് റീച്ച്ഡ് എ ഫെയിൽഡ് സ്റ്റേറ്റ് ദ ഡാറ്റാബേസ് റിക്കവറി സിസ്റ്റം മേക്ക് ഷുവർ ദാറ്റ് ദ ഡാറ്റാബേസ് ഈസ് ഇൻ ഇറ്റ്സ് പ്രീവിയസ് കൺസിസ്റ്റൻറ്റ് സ്റ്റേറ്റ്. If not, then it will abort or roll back the transaction to bring the database into a consistent state. അതായത് എന്തെങ്കിലും ചെക്സ് ഫെയിൽ ആവുക അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ഒരു ഫെയിൽഡ് സ്റ്റേറ്റിൽ എത്തിച്ചേരുക, അങ്ങനെ എന്തെങ്കിലും കേസിൽ എന്താണ് ഡാറ്റാബേസ് അതിൻ്റെ പ്രീവിയസ് കൺസിസ്റ്റൻറ്റ് സ്റ്റേറ്റിലോട്ട് മാറ്റും. ഓക്കെ, അപ്പോൾ അത് ഡാറ്റാബേസ് റിക്കവറി സിസ്റ്റത്തിൻ്റെ ഫങ്ഷനാലിറ്റിയാണ്. അപ്പോൾ അത് എൻഷുർ ചെയ്യണം അത് പ്രീവിയസ് കൺസിസ്റ്റൻറ്റ് സ്റ്റേറ്റിലോട്ട് ഈ ഡാറ്റാബേസ് മാറി എന്നുള്ളത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ നടക്കുന്ന ട്രാൻസാക്ഷൻ അത് അബോർട്ട് ചെയ്യും, എന്നിട്ട് ഈ ട്രാൻസാക്ഷൻ റോൾ ബാക്ക് ചെയ്യും. അതായത് ഡാറ്റാബേസിനെ കൺസിസ്റ്റൻറ്റ് സ്റ്റേറ്റിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി റോൾ ബാക്ക് ചെയ്യും. റോൾ ബാക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു ട്രാൻസാക്ഷൻ തുടങ്ങുന്നതിന് മുൻപുള്ള കൺസിസ്റ്റൻറ്റ് സ്റ്റേറ്റ് അവിടോട്ട് കൺവേർട്ട് ചെയ്യും. If the transaction fails in the middle of the transaction, then before executing the transaction, all the executed transaction
ആർ റോൾഡ് ബാക്ക് ടു ഇറ്റ്സ് കൺസിസ്റ്റൻറ്റ് സ്റ്റേറ്റ്. അതായത് ട്രാൻസാക്ഷൻ അതിൻ്റെ മിഡിൽ വെച്ചിട്ട് ഫെയിൽ ആവുന്നു. അപ്പോൾ എന്ത് ചെയ്യും, പിന്നെ ഈ ട്രാൻസാക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ ബാക്കിയുള്ള ഓപ്പറേഷൻ നടക്കുന്നതെന്ന് വെച്ചാൽ കൺസിസ്റ്റൻറ്റ് സ്റ്റേറ്റിലോട്ട് ഈ ട്രാൻസാക്ഷനെ റോൾ ബാക്ക് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അതായത് ഒരു പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ നടുക്ക് വെച്ചിട്ട് ഫെയിലിയർ ആകുമ്പോൾ അതെന്ത് ചെയ്യും, റോൾ ബാക്ക് ചെയ്യും ടു ഇറ്റ്സ് ഇനീഷ്യൽ കൺസിസ്റ്റൻറ്റ് സ്റ്റേറ്റ്. ആഫ്റ്റർ അബോർട്ടിംഗ് ദ ട്രാൻസാക്ഷൻ, the database recovery module will select one of the two operations: restart the transaction or kill the transaction. അതായത് ഡയഗ്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും, ഒരു ട്രാൻസാക്ഷൻ ബിഗിൻ ചെയ്ത് അത് ആക്റ്റീവ് സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ ഒന്നുകിൽ അത് പാർഷ്യലി കമ്മിറ്റഡ് ആവാം, അതായത് എന്ന് വെച്ചാൽ സക്സസ്ഫുള്ളി കാര്യങ്ങളെല്ലാം ചെയ്തു പക്ഷേ പെർമനൻ്റ് ആയിട്ട് സേവ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ആക്റ്റീവ് മോഡിൽ നിന്ന് അത് ഫെയിൽഡ് സ്റ്റേറ്റിലോട്ട് പോവാം. ആ പാർഷ്യലി കമ്മിറ്റഡ് സ്റ്റേറ്റിൽ നിന്നും അതിനെന്ത് ചെയ്യുക, ഒന്നുകിൽ കമ്മിറ്റഡ് എന്ന് വെച്ചാൽ പെർമനൻ്റ് ആയിട്ട് ഡാറ്റാബേസ് സ്റ്റേറ്റിലോട്ട് മാറ്റാം, എന്നിട്ട് അത് സക്സസ്ഫുള്ളി അത് എൻഡ് ചെയ്യാം. അല്ലെങ്കിൽ പാർഷ്യലി കമ്മിറ്റഡിൽ നിന്നും അത് ഫെയിൽഡ് ആവാം. അങ്ങനെ ഫെയിൽഡ് ആവുകയാണെങ്കിൽ അത് അബോർട്ടഡ് സ്റ്റേറ്റിലോട്ട് പോകും, അതായത് പ്രീവിയസ് കൺസിസ്റ്റൻറ്റ് സ്റ്റേറ്റിലോട്ട് ഇതിനെ മാറ്റും, എന്നിട്ട് എൻഡ് സ്റ്റേറ്റിലോട്ടാണ് പോകുന്നത്.